അത് തന്നെ ഞാനും പറയണേ. ഞാനും ആരുടെ അല്ല എന്ന് വെച്ചാൽ എല്ലാവരുടെയാണ്. ആ കണ്ണാടി വീഴക്കടോ, തട്ടി തടഞ്ഞ് വീഴൂ. താങ്ക് യു. അതുകൊണ്ടെന്താ, വടക്കുംപുറത്തെ കാര്യസ്ഥന്റെ അനന്തരാവാസിയാണെങ്കിലും തെക്കുംപുറത്ത് ഇരിക്കാൻ എനിക്ക് ചെറിയൊരു ഇരിപ്പിടുണ്ട്. ഇരിപ്പടെ അടുക്കളയിലായിരിക്കും, ചിരവേ മേലെ. എന്താടോ ചിരവത്ര മോശ? കേക്കെ ചിരിച്ചൊരു ചിരവ ചിട്ടി കൂടി തോന്നുന്നുണ്ട് തന്റെ പടം വെച്ചിട്ട്. കുടുംബക്കാര് വന്നിരിക്കുമ്പോ കുട്ടി എന്തിനാ മറിഞ്ഞൊന്നും നോക്കണേ? കടന്നു വരൂ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക അല്ലേ? ആരെങ്കിലും ആണുങ്ങൾ ഉമ്മർത്ത് വന്ന അപ്പോൾ അവള് വായി നോക്കാൻ എത്തും. എന്താ ചേച്ചി ഈ ചെറുപ്പം കുട്ടികൾ ഇങ്ങനെ വഴക്ക് പറയണേ? ചേച്ചിയോ? ആരുടെ കണ്ട് ചേച്ചി? താൻ എന്നെക്കാൾ എത്ര വയസ്സിന് മൂത്തതാ? പക്ഷെ എന്റെ മനസ്സിപ്പോഴും ചെറുപ്പാണ് കല്യാണിക്കുട്ടി അമ്മായി. എന്താ വിളിച്ചേ? കല്യാണിക്കുട്ടി അമ്മ. എടി എപ്പുറത്ത് പോവാൻ? നിക്കവിടെ. ഞാൻ തുടങ്ങാൻ പോകുന്ന കൊലുസു ചിട്ടിയുടെ ഉദ്ഘാടനം ഈ നിൽക്കുന്ന പാവപ്പെട്ട അമ്മിണിയെ കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ കല്യാണി അമ്മയോട് അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ കല്യാണി അമ്മ തെറ്റിദ്ധരിച്ചതുപോലെ ശൃംഗരിക്കാനോ കൊഴിഞ്ഞാടുവാനോ വന്നതല്ല എന്ന് ഞാൻ ഇവിടെ ഊന്നി ഊന്നി പറയാം. തന്റെ ഈ അടുക്കള വശത്തോടുള്ള വരവുണ്ടല്ലോ, മേലാൽ അത് ആവർത്തിച്ച. ഒരു സെക്കൻഡ്, കുട്ടിയകത്തേക്ക് പോവൂ. അവിടെ നിൽക്കടി. അകത്ത് പോവാനാ പറഞ്ഞത്. നിൽക്കാൻ. എന്നാ നിന്ന് കേക്കട്ടെ. മേലാൽ അത് ആവർത്തിച്ച ചൂലെടുത്ത് എന്റെ മുഖത്തടിക്കും. ആ കല്യാണമേ ഒരു ചായ ഇപ്പൊ കുടിക്കണ്ട. പിന്നെ എപ്പോഴാ കുടിക്കുക? ഇപ്പൊ കുടിക്കുന്നാണ് പറഞ്ഞിട്ടാ കൊരങ്ങ. താൻ പോടാ അവിടുന്ന്. ആ അത് ശരിയാ. അപ്പൊ കസ്റ്റമേഴ്സിന് ചീത്ത പറഞ്ഞു തുടങ്ങിയല്ലേ? ആ കളി വേണ്ട. ആ കാണുന്നതിനും അപ്പുറമാണ് ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമം. ഇതിലേ വരുമ്പോഴൊക്കെ ശരിക്കും ബാല്യത്തിലേക്ക് തിരിച്ചെത്തിയ പോലെ. അതേ പുഴയും ആ കാറ്റും. ഒരു പാലം പോലും ഇല്ല ഇന്നും. ഒരു കലാകാരനെ മാടി മാടി വിളിക്കുന്ന മനോഹരമായ ഭൂപ്രദേശം. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ. നമ്മുടെ വാൻകാരന് ശരിക്കും വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. 32 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വരേണ്ടത്. തങ്കപ്പാ, മേക്കമാൻ സമയത്ത് എത്തുവോ? ഞാൻ ജയദേവൻ സാറിനോട് വീണ്ടും വീണ്ടും കേണപേക്ഷിക്കുകയാണ്, വീണ്ടും വീണ്ടും എന്നെ തങ്കപ്പനാക്കരുതെന്ന്. ഞാൻ ആ നാമധേയം എന്നേ മറന്നു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ മനോജ് കുമാറാണ്, സിനി ഫെയിം, ഫിലിം സ്റ്റാർ. എന്തോന്ന് സിനി ഫെയിം? ഏത് സിനിമയിൽ അഭിനയിച്ചാ താൻ ഇത്രയും വലിയ ഫെയിം ഒക്കെ ഉണ്ടാക്കിയത്? എന്റെ തിരുപ്പാണ്ടിക്കാട് തിരുടറുകൾ എന്ന സിനിമ കണ്ടിട്ടുള്ള ഒരു തെണ്ടിയും എന്നോട് ഈ ചോദ്യം ചോദിക്കില്ല. ഞാനായിരുന്നു ഈ സെക്കൻഡ് ഹീറോ. എന്റെ അഭിനയം കണ്ട് ഹീറോ ഞെട്ടി. അല്ല, ഞാൻ അഭിനയിച്ച 16 റീല് വെട്ടി ആറ്റി തട്ടി ആ ദുഷ്ടരായ ഡയറക്ടർ. പക്ഷേ ഞാനത് ഈ പഴത്തൊലി ചവിട്ടി കമിഴ്ന്നടിച്ച് വീഴുന്ന ഒരു സീൻ ഒഴിച്ച് അത് മതിയല്ലോ ഭാവനാ സമ്പന്നനായ ഈ കലാകാരനെ. വരിക. ഇന്നലെ എത്തുന്നൊരു തോന്നലുണ്ടായിരുന്നു. കാത്തിരിക്കായിരുന്നു. വരുന്നു. അതിനു മുമ്പ് ഒരു കുളി കഴിഞ്ഞ് ഭഗവതിയെ തൊഴുതിട്ട് വന്നേക്കാം. ഞാനപ്പോ ഇവരുടെ സാധനങ്ങളൊക്കെ വെക്കാൻ ഏർപ്പാടുണ്ടാക്കാം. ആയിക്കോട്ടെ. വിശ്വേട്ടനും പോകണം. വടക്കുംപുറത്തെ കാരണവരാണ് കാര്യസ്ഥന. അയ്യോ, കാര്യസ്ഥൻ ഇത്രയായപ്പം കാരണവർ എന്തോ ആയിരിക്കും. ഹാർമോണിയപ്പെട്ടി എടുത്തപ്പോ ഞാൻ വിചാരിച്ച കാരണവരാണെന്ന്. അയ്യോ കഷ്ടം. കാര്യസ്ഥനായാലും കുഴപ്പമില്ല. കേരളത്തിലെയും കോടമ്പക്കത്തിലെയും വലിയ വലിയ കാര്യസ്ഥന്മാർ എന്റെ പെട്ടി എടുത്തിട്ടുണ്ട്, ഞാൻ പെട്ടി കൊടുത്തിട്ടുമുണ്ട്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യസ്ഥൻ ഞാനാ. 139 കിലോ 450 ഗ്രാം. അത്രയും മാംസം ശരീരത്തിലുണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. എന്നെ താഴെ ഇറക്കി വിശ്വസിച്ചു. ജയദേവൻ എന്തോ. ജയദേവൻ സാറ് കല്യാണിയാണ് പിടിച്ചിരിക്കുന്നത്. കല്യാണി അല്ല തങ്കപ്പ, ചുമ്മാ മണ്ടത്തരം പറയാതെ. ദൈവം തന്ന രാഗങ്ങളെ മനുഷ്യൻ കല്യാണിന്ന് കളവാടിന്ന് കാമാഷിന്ന് പേരിട്ട് വ്യഭിച്ചതിനോട് എനിക്ക് യോജിപ്പില്ല. എല്ലാ രാഗങ്ങളും ഒന്ന് തന്നെ. അതെ, ആ സ്വരസ്ഥാനങ്ങളൊക്കെ ഒന്ന് കുറിച്ചു വെക്കണോ? വായൊഴിഞ്ഞൊരു നേരമില്ലല്ലോ. കാരണത്ത് വായിക്കാൻ വിശ്വം എനിക്കൊരു മനോധർമ്മം തോന്നുന്നു. ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് കുന്തിയെ ഞാൻ, അതായത് ശ്രീകൃഷ്ണൻ മീറ്റ് ചെയ്യുന്ന ഒരു സീൻ, കളർഫുൾ ആയിട്ടൊരു 4-5 ഡയലോഗ്. ഹേയ് കുന്തി, ഹസ്തനപുര സമസ്ത അപരാധങ്ങളുടെ തീ ജ്വാല. എഴുതി വെച്ചിരിക്കുന്നത് കാണാ പഠിച്ചങ്ങ് ചെയ്താൽ മതി. എഴുതി തരുന്ന എന്തും കാണാപ്പാടാൻ പഠിച്ച് കണ്ണു പടച്ച് പറയുന്ന വിഡ്ഢികളെയാണ്. മഹാഭാരതത്തിലെ കഥയാവുമ്പോൾ അതിൽ ശ്രീരാമന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ എന്നാ മനസ്സിലാക്കാത്തത്? മഹാഭാരതത്തിൽ ശ്രീരാമനോ? കർണന്റെ മൂത്ത മകളെ നമ്മുടെ ശ്രീരാമനല്ലേ മാറിയിരിക്കുന്നത്? ഓഹോ, അപ്പൊ കുരുക്ഷേത്ര യുദ്ധത്തിൽ പിന്നെന്താ ഉണ്ടായത്? വായെന്ന് പറഞ്ഞു.
വിളിച്ചു പോ. കല്യാണി അമ്മയുടെ കുട്ടി, കല്യാണം കഴിക്കാത്ത കുട്ടി അമ്മിണിക്കുട്ടി, കൂടെ ഒരാട്ടിൻകുട്ടി. പെട്ടി വായിക്കാൻ വന്ന ചേട്ടൻ പെട്ടിച്ചേട്ടൻ തങ്കപ്പൻ. തങ്കപ്പൻ അല്ല തങ്കമേ, കൃഷ്ണവേഷം കെട്ടാമെന്ന ചേട്ടൻ കൃഷ്ണേട്ടൻ, മനോജ് കുമാർ DPTXQ. അതെന്താ? ഡിഗ്രി സുന്ദരേ. ആടുകൾ, വാഴകൾ, കുലകൾ, വേലികൾ, ഹരിത വനങ്ങൾ, രാത്രിയുടെ രോമാഞ്ചങ്ങൾ. അയ്യോ, അത് ചൊറുതനോ? ചൊറുതനം. കഴിഞ്ഞ തവണ തന്റെ വിടുവായിക്ക് സമ്മതം മൂളിയതിന്റെ ഒറ്റ കാരണം കൊണ്ടാ അവറ്റകൾ ഇപ്പോഴും പറഞ്ഞ് നാറ്റിക്കണേ. ആ ചിങ്കാരപ്പെട്ടി വേലന്റെ ഒരു കൂട്ടം കുതിരയെടുപ്പും ഗോപ്പും എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അതിപ്പോ ഏത് മിടുക്കനും ഒരു അബദ്ധം പറ്റൂലോ. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞത് അങ്ങോട്ട് വിശ്വാസമായില്ല എന്ന് വെച്ചാ അതിന്റെ നഷ്ടം താൻ തരൂ. അയ്യടെ മോനെ കാശ അവിടത്തേക്ക് അത് പിന്നീട് ബോധ്യപ്പെടും. പാലക്കാട് മൈതാനത്തിൽ വെച്ച് നേരിട്ട് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടതാ. കുമാരി കനകപ്രഭ ആൻഡ് പാർട്ടിയുടെ നൃത്യങ്ങൾ എന്ന് പറഞ്ഞപ്പോ തന്നെ ആളുകളുടെ ഒരു ബഹളേ. ഇവിടത്തെ അത്രയും പ്രായമുള്ള ചേട്ടന്മാര് വരെ കിടന്ന് തുള്ളുമായിരുന്നില്ലേ, ജനം കിടന്ന് അങ്ങടെ എരമ്പായിരുന്നില്ലേ. എന്തായാലും ഇപ്രാവശ്യം വടക്കും പ്രത്യേക തറ പറ്റിക്കണം. അപ്പൊ അത് തന്നെയല്ലോ തന്നോട് ഈ നേരം പറഞ്ഞത്. ആ പെണ്ണുണ്ട് ഇവിടെ പരിപാടി തല്ലിപ്പൊളിയാക്കോടൂ. എനിക്കിത് ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോ പറഞ്ഞ എന്നാ ഇനി സമയം കളയണ്ട, ഏർപ്പാടായിക്കോളൂ. എന്നാ പോവാ. താൻ എന്നോട് ഈ ഇരുമ്പുമ്മ കോഴിക്കുഞ്ഞിനെ വെച്ചോലിരിക്കണേ. എനിക്ക് വരാൻ ഒരു CIDയുടെ മേലെങ്കിൽ ഞാൻ വീണ്ടും എടുത്ത് അണിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഈ പാതിരാത്രിക്ക് തന്നെ വേണോ? നേരം വെളുത്തിട്ട് പോരെ? നിനക്ക് വേറെ പണിയില്ല തങ്കപ്പ. ജയദേവൻ സാർ പാവപ്പെട്ട ഒരു കലാകാരിയെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതാകാം. അബലയായ അവളെ രക്ഷിക്കേണ്ട ധാർമ്മികമായ ചുമതല എനിക്കില്ലേ? എന്നെ തടയരുത്. തങ്കപ്പ, തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശവും പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കും. പോയി കിടന്നു തുറങ്ങണം. തങ്കപ്പ കൂടും കുടുക്കെ എടുപ്പിച്ച് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുവോ? ഇല്ല, താൻ പോയി കിടന്നുറങ്ങും. ഞാൻ പോയി കിടന്നുറങ്ങാം. അതിലേ പോ. അബലെ രക്ഷിക്കുന്നില്ല. അഞ്ചിലാക്ക് വേഗം പിടി നടാ. തെക്കുംപുറത്തുകാരുടെ ഹീറോയിനാണെന്ന് തോന്നുന്നു. പൊടിച്ചരക്ക. ഹലോ, കഥാകഥനമാണല്ലേ? ഞാൻ നാട്യതിലകം കനകപ്രഭ ആൻഡ് പാർട്ടി. ഞാനിന്ന് சின்னவளே, முகம் சிவந்தவளே, நான் ஏற்றுக்கொள்வேன் கரம் தொட்டு என் கண்ணே. என்னருமை காதலியே. എങ്ങാണ്ടൊക്കെ തെണ്ടിത്തിരിഞ്ഞു നടന്ന ഒരു കൂട്ടുകാരെയും കൂട്ടരെയും ഉത്സവം ജയിക്കാൻ ഭഗവതിയുടെ മുമ്പിൽ കൊണ്ട് ഇറക്കുക. അവര് തെക്ക് വടക്ക് നടന്ന് നാടടച്ച് പുലപ്പം പറയാ. എന്തൊക്കെ അവർ അമ്പലം വഴി നിന്ന് കാട്ടിക്കൂട്ടിയെന്നറിയോ തിരുവനിക്ക്? ശുദ്ധിയും വൃത്തിയില്ലാത്ത വർഗ. ആ ആട്ടക്കാരി പെണ്ണിനെ പറ്റി ആളുകൾ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കണു.
തിരുമേനി ഇതിൽ ഇടപെടില്ലാച്ചാൽ കൈ പാട്ടുകാരി പെണ്ണേ നീ ഒരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? കണ്ണുനീരു മാറ്റണം, വെണ്ണിലാവു കാട്ടണം, എന്നും എന്റെ പൊൻകിനാക്കൾ പങ്കുവെക്കണം, പങ്കുവെക്കണം. അമ്മണിക്കുട്ടി, നീ ഇവിടെ ചായ അടിച്ച് ചെറ്റപ്പുരയിൽ അട്ടയെപ്പോലെ ചുരുണ്ടുകൂടേണ്ടവളല്ല. കോട്ടകൊത്തളത്തിലെ ചന്ദനക്കട്ടലിൽ മലർന്നു കിടന്നു മയങ്ങേണ്ട മനോജ് കുമാറിന്റെ മാനസ റാണിയാണ്. ഓക്കെ? എന്താ നിന്റെ മുഖത്തൊരു മ്ലാനി? അല്ല ഗ്ലാനി? വേണ്ട, പെട്ടിച്ചേട്ടൻ വിടുവാനാണ്, കാര്യമൊന്നും നടപ്പില്ല. പെട്ടിവാന പോലും അറിയില്ലെന്നാ തെക്കുംപുറത്തുകാര് പറയണേ. ഈ തെക്കുംപുറത്തുകാരെ തറ പറ്റിക്കാൻ വേണ്ടിയാണ് കർണന്റെ കഥയിലെ ശ്രീഷ്ഠനായി ഞാൻ അവതരിച്ചിരിക്കുന്നത്. ജയദേവൻ എന്റെ കാല് പിടിച്ചു, കരഞ്ഞു, പറഞ്ഞു, എന്റെ മനസ്സലിഞ്ഞു. ഞാൻ ഇങ്ങോട്ട് പറന്നു വന്നു, കണ്ടു, കീഴടക്കി. വരൂ, ഇരിക്കൂ, ഇരുന്ന് വല്ലോ കഴിക്കൂ. DKP കട്ടുറുമ്പാവരുത്. എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണ കനകപ്രഭ കലക്കും, കലങ്ങി തെളിയും. കുറെ കടുവാ കളിക്കാരെയും കവാത്തുകാരെയും ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ല കലാകാരന്മാരെ അവഹേളിക്കാൻ. ഇവറ്റകൾ കാട്ടുന്ന കോപ്രായങ്ങൾക്ക് കഞ്ഞിയും പയറും കൊടുത്താൽ മതിയല്ലോ കൂലിയായിട്ട്. കണ്ണന്റെ കവിളിലെ സിന്ധൂരത്തിലകത്തിൻ വർണ്ണരേണുക്കൾ നമ്മൾ കണ്ടല്ലോ രാധേ. കണ്ണന്റെ കവിളിലെ സിന്ദൂരത്തിലകത്തിൻ വർണ്ണരേണുക്കൾ ഞങ്ങൾ കണ്ടല്ലോ. എന്തിയെ അത്ര സൂചിപ്പിക്കണ്ട. വേണം. രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാരിയോ നിനക്കെന്താ ചത്ത കഴുതുന്ന പ്രേതം കൂടിയുണ്ടോ? കഴുത പാമ്പുകൾ ഇന്നലെ പല്ല് തേക്കാൻ മറന്നു. ഇന്ന് തീർച്ചയായിട്ടും തേക്കണം. കള്ളം പറഞ്ഞപ്പോ കാലുമുട്ടി ഇളവിയണ്ണ. ഇല്ല ഇല്ല. അവനെത്തി. ചവിട്ടി നെഞ്ഞിന്റെ അവര് കുളിക്കാൻ പോവാ. അതിനെന്താ, കുളിച്ചോട്ടെ, നമ്മളെന്തിനു പോണം? നമ്മുടെ നാട്ടിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചു കുളിക്കുന്നുണ്ടോ? അവർ കുളിച്ചിട്ട് പൊക്കോട്ടെ. ചീപ്പായിട്ട് സംസാരിക്കാതിരിക്കൂ. ഇത്രയും ചീപ്പ് ആണുങ്ങളോടൊപ്പം കുളിക്കുന്നതിലും നല്ലതല്ലേ ഹീറോയിൻ ഹീറോയോടൊപ്പം കുളിക്കുന്നത്? ഈ ചീപ്പിനെ കൊണ്ട് അപ്പുറത്തെങ്ങാനും പോയി കുളിക്കും. ഓഹോ, പ്രഭേ, സൺബാത്തി താല്പര്യമുണ്ടോ? ഓ, ഇംഗ്ലീഷ് അറിയില്ലല്ലേ? ഐ സ്പീക്ക് യു ഐ ഹീറോയിൻ ഓഫ് ദി സൺബാത്ത്. പ്രഭേ, സുഖം തന്നെയല്ലേ? കട്ടവണ്ടി എന്റെ ജാതകത്തിൽ ഉണ്ടോ അവിടുത്തെ കൊല്ലണമെന്ന്? മയത്തിലിട്ടേ ജലകന്യെ
നീ പെട്ടി വേണോ ചിട്ടി വേണോ? അയ്യോ ഒന്ന് പതുക്കെ പറ, അമ്മ അകത്തുണ്ട്. എനിക്ക് പെട്ടി ചേട്ടന് വേണം, ചിട്ടി ചേട്ടന് വേണം. രണ്ട് വെള്ളത്തിൽ കാലൂന്നരുത്. കുട്ടി ചെറുപ്പമാണ്, അവൻ വൃദ്ധനാണ്. മേക്കപ്പാണ്, തലയിൽ ടോപ്പാണ്, അവൻ പോക്കാണ്. മറിച്ച് ഞാനോ ചെറുപ്പം, മേക്കപ്പ് അല്ല, ടോപ്പല്ല, ആക്ഷൻ ഹീറോ. ഇനി കുട്ടി പറയൂ. അമ്മടി കുട്ടി ചേട്ടനെ പോന്നു. ഞാൻ ചേട്ടനെ കുറിച്ച് ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. ഞാൻ പോട്ടെ. പോകാൻ വരട്ടടാ പെട്ടി. എല്ലാം ഞാൻ കേട്ടു. കോടമ്പക്കത്ത് നീ പിച്ച പാളയെടുത്ത് തെണ്ടി നടന്നതും പിച്ചൈമണി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട തമിഴന്റെ പോക്കറ്റ് അടിച്ച് റോയൽപേട്ട സെൻട്രൽ ജയിലിൽ 2 ദിവസം എന്റെ കൂടെ കിടന്നതും എനിക്ക് ഓർമ്മയുണ്ടാ. നീ ആക്ഷൻ ഹീറോ ആണെങ്കിൽ ഞാൻ ഡബിൾ ആക്ഷൻ വില്ലനാടാ. നീ നോക്കിക്കോ, ഇത്തവണത്തെ ഉത്സവത്തിന് നിന്റെ മരണ ചിട്ടിയായിരിക്കും. നീ കുറെ നാളായിരടാ കളിക്കുന്ന പന്നി. നിർത്തടാ താണ്ഡവം. വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ വന്നവനല്ല ഞാൻ. ഇത്തരം ചീപ്പ് ആർട്ടിസ്റ്റോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. തൽക്കാലം ചിട്ടി പ്രേമിച്ചോട്ടെ. പെട്ടിക്ക് ധൃതിയില്ല. പോയി വരട്ടെ കുട്ടി. നിൽക്കാനാ പറഞ്ഞത്. നീ ഓടാ അവിടുന്ന് പെട്ടി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്രയും വലിപ്പമുള്ള 4 സ്വർണ്ണ കലശമെങ്കിലും ഇതിനകത്തുണ്ടാവും. അതെയോ? പിന്നെ നിധിയുടെ ഒരു പെട്ടി തന്നെ ഉണ്ടാവണമെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഇതിലല്ലായിരുന്നു ഓടിയിരുന്നേ. ഇവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരല്ലേ, പിന്നെ കൊണ്ടിരുന്നത് കണ്ടു കാണും. കണ്ട് കാണുന്ന അങ്ങനത്തെ ഞാൻ പറയരുത്. കണ്ടത് സമമാണ് പറഞ്ഞു കേൾക്കുന്നത്. നീ എങ്ങനെയാണാ പറയുന്നത്? നീ വരുത്തണല്ലേ? ഞാൻ വരുത്തണോ? അപ്പൊ ടിപ്പു ആരാ? ടിപ്പു ഞാനും വരുത്തുന്നത് തന്നെയാ കേട്ടോ. ഞാൻ കള്ളടിച്ച വയറ്റി കിടക്കണം. ഞാൻ പറഞ്ഞേക്കാം. വയറ്റി കിടക്കണെങ്കിലേ പല മോരും വെള്ളം കുടിച്ചാ പോരെ. കള്ളടിച്ച അതിന്റെ സ്റ്റൈൽ ഞാൻ കാണിക്കും. ഒന്ന് പോരാ. പിന്നെ ടിപ്പുവിനെ പറ്റി ഒരു അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. അമ്മയുടെ ആങ്ങള് എന്റെ അച്ഛനെ പറ്റി പറഞ്ഞ ടിപ്പുവിനെ പറ്റി പറയണ്ട. ടിപ്പുവിനെ പറ്റി പറയണ്ട. നീ പോരാടുന്ന്. ഒരു ശവങ്ങളും ടിപ്പുവിനെ പറ്റി പറയാൻ പാടില്ല. ആരും പറയരുത്. കുളം വറ്റുന്നതോ വറ്റിക്കുന്നതോ അല്ല എന്റെ പ്രശ്നം. എന്തോരം മീനാ. കുറെ നല്ല മീൻ കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് പൊരിക്കാം, കുറച്ച് കറി വെക്കാം, കുറച്ച് മീനവിലുണ്ടാക്കാം. എന്താ ദോഷം? ഭോജനത്തിൽ അമ്പലക്കുളത്തിലെ മീൻ നാട്ടുകാർ കേൾക്കണ്ട. അയ്യേ, ഞാനൊരു ആഗ്രഹം പറഞ്ഞൊന്നല്ലേ ഉള്ളൂ. ഇന്നെന്തായാലും വെള്ളം പറ്റി അടുത്തറ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറക്കം കളയണ്ട, സ്ഥലം വിട. മുതലയോ ചീങ്കണ്ണിയോ മറ്റോ ആകാം. എന്താണോ ഇത്? എന്താന്ന് നോക്കി. ഒന്ന് ഇറങ്ങി നോക്കാം. എന്തായി? ഒന്നുമില്ല. കരയുവാണ്. അത് മനസ്സിലായി. ആ എന്താ ഇവിടെ? നായരെ, നിങ്ങളല്ല പറഞ്ഞത് ഇതിലെ ടിപ്പുവിന്റെ പടയോട്ടുണ്ട്, ഇതില് നിധി ഉണ്ടെന്ന്? അതെ. ആ അതിന് ഒറ്റക്ക് എന്താ എടുക്കലാ? ഒറ്റയ്ക്കല്ല. ഈ നിധി എടുത്തിട്ട് ഈ ഗ്രാമത്തില് ഒറ്റ കള്ളുഷാപ്പുള്ളൂ. എത്രയോ ജനങ്ങൾ ഇവിടെ കുടുന്നത്. അവർക്ക് കള്ളുഷാപ്പ് തുടങ്ങാനാ ഞാനിത് എടുക്കുന്നത്. നാട്ടുകാരെ, നിധി ഒറ്റക്ക് யாரும் கிட்ட வரக்கூடாது. ஒரே அடி நெஞ்சில மஞ்சள் சோறான